അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ ഡാറ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. സൗണ്ട് ഇല്ല, 2 ദിവസം ഉറക്കില്ല, തണുത്ത വെള്ളമൊക്കെ കുടിച്ച് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇന്നെങ്കിലും ഈ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലൊക്കെ അവിടെ ഫോണിലിങ്ങനെ എന്താ പറയുക നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് തട്ടിക്കൂട്ടിയുള്ള സൗണ്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു കപ്പ് വെള്ളമൊക്കെ ആയിട്ട്. വീട്ടിലാകുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്, 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ ലേറ്റ് ആവാൻ കാരണം, ഉറങ്ങാൻ ലേറ്റ് ആവാൻ കാരണം കുറേ ഗെയിമൊക്കെ കളിച്ചിടും. ഒന്നിലേക്ക് കള്ളനും പോലീസും ഇപ്പോൾ ഒരു മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളിയുണ്ട്. അപ്പോൾ മക്കൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അവർക്ക് എന്നും ഇങ്ങോട്ട് വരാൻ തോന്നണമെങ്കിൽ നമ്മളതൊക്കെ ചിലപ്പോൾ കളിക്കണമല്ലോ. ഒന്നാമതേ തുത്തുൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ മഞ്ചേരിക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ മെയിൻ കാരണം ഞങ്ങളെല്ലാവരും രാത്രി ഇരുന്നിട്ടുള്ള ആ ഒരു കളിയും ഗെയിമും കാര്യങ്ങളും പിന്നെ ഗോസ്റ്റ് പടം കാണലും ഒക്കെ കൂടെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും കിടക്കണമെങ്കിൽ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ഈ ലൈറ്റായിട്ട് ഉറങ്ങി എനിക്ക് പെട്ടെന്ന് സൗണ്ട് പോവും. പിന്നെ തണുത്ത വെള്ളം കുടിച്ചു ഒക്കെ കൂടെയാണ്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു. അപ്പോൾ ആ രാവിലെ ഞാൻ ഒരു എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നുജൂമ് പിന്നെ പോവാണ് കേട്ടോ. ഓരോ കാറിൽ കുറച്ച് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു മുടികളയിലുണ്ട്, എൻ്റെ അമ്മോൻ്റെ കുട്ടീൻ്റെ മുടികളയിലാണ് കേട്ടോ. അപ്പോൾ അത് അരീക്കോടാണ്, ഉമ്മാൻ്റെ ആങ്ങളുടെ കുട്ടീനെ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ നുജൂമിൻ്റെ കൊടുത്തേക്കാണ്. നുജൂമ് ഇപ്പോൾ NITക്കാണ് പോകുന്നത്. ഓനിന്ന് ജോലിയുണ്ട്, ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഓനിപ്പോൾ മുടികളയിലിന് പോരാൻ കഴിയില്ല, ഓനന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്നും പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കിൽ ആ ഗിഫ്റ്റൊക്കെ അവിടെ ഇറക്കിയിട്ടാണോ പോണത്. അപ്പോൾ തുത്ത് വാങ്ങിയതൊരു ബാത്ത് ടബ്, കുട്ടികൾ കുളിപ്പിക്കുന്ന ആ ബാത്ത് ടബിൽ, അതും നുജൂമ് വാങ്ങിയത് പിന്നെ തൊട്ടിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങാമെന്ന് കരുതിയിട്ട് പോവാണ് കേട്ടോ. അപ്പം തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റായി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ തന്നെ കഴിക്കാനും നിന്നില്ല. ഇന്ന് മുടികളയിലുണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാം, പകൽ വീട്ടിൽ നിന്നൊന്നും കഴിക്കണ്ടെന്ന് വെച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ നേരെ ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് വാങ്ങാനാണ് ഇറങ്ങിയത്. ആരും വെയിറ്റ് ചെയ്യാനും നിന്നില്ല. തുത്തൊന്നും എണീറ്റിട്ടില്ല. എണീക്കാനൊക്കെ നിന്ന് ഓളെയൊക്കെ കൂട്ടി പോകുമ്പോൾ ഒന്നും നടക്കില്ല. കാരണം മുടികളിൽ പോകുമ്പോൾ കൊണ്ടോണ്ടേ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നേരെ പോയി കരുമ്പ ഹോസ്പിറ്റൽ മഞ്ചേരി, അതിൻ്റെ അടുത്തൊരു കുട്ടികളെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്ന കടയുണ്ട്. അവിടെ പോയി കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങി. അവിടെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് എനിക്കൊക്കെ കൂടെ വാങ്ങാൻ തോന്നുന്നത്. ഒന്ന് നീലും ഉണ്ട്, ഐറും ഉണ്ട്. നീലു എന്ന് പറയുന്നത് നുജൂമിൻ്റെ കുട്ടിയും പിന്നെ ഐറൂസും ഇല്ലേ, ഓലൊക്കെ കുട്ടികളായി നിൽക്കണോണ്ട് കുട്ടികളിലെ കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എനിക്കിപ്പോൾ ഇങ്ങനെ വാങ്ങാനുള്ള ഒരു തോര കൂടും കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ പിന്നെ പോന്നു. പിന്നെ ഇതുമൂലം കുറച്ച് ഗുളിക ഉണ്ടായിരുന്നു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഓട്ടോയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടുന്ന് നടക്കും. എനിക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഓട്ടോറിക്ഷ ഞങ്ങളെ വീടിൻ്റെ ഗേറ്റ് വരെ വരും. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മെല്ലെ ഇങ്ങനെ നടക്കും കേട്ടോ. ഞാൻ വന്നപ്പോൾ ഇവിടെ തൊത്ത് നല്ല സാപ്പിടലാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഓള് സാപ്പിടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഓളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ, എന്താ തൊത്ത് വീഡിയോ ഒന്നും ചെയ്യാത്തേ, ഓളെ വീഡിയോകളൊന്നും കാണാറില്ലല്ലോ. ഭയങ്കര മടിച്ചിക്കോതായിക്കണ്. വെയിറ്റ് ലോസും ചെയ്യുന്നില്ല, വെയിറ്റ് കൂടി വരുന്നുണ്ട്. എന്നാലും ഓളൊന്ന് പിന്നെ അല്ല, ഓളൊന്നും നോക്കാതെ ഇങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇപ്പോൾ ഭയങ്കര പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഓളെ വീട്ടിൽ. എന്താ കുറേ ഈ ഒരു എന്താ പറയുക എൻ്റെ പൂജ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആയപ്പം ഓലെ പിന്നെ ഹസ്ബൻഡിൻ്റെ അവിടെ നിന്നൊക്കെ ഏട്ടനും വൈഫും ഓലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു പിക്നിക് മൂഡിലും ഭയങ്കര ഫുഡ് അടീൻ്റെ മൂഡിലൊക്കെയാണ്. നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അപ്പോൾ അവൾ വീഡിയോ ആയിട്ട് ഇടുമായിരിക്കും. ഏതായാലും നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെയിറ്റ് ലോസിൻ്റെ. അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെ വേഗം റെഡി ആവാണ് കേട്ടോ. 12 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഞാൻ ഒന്നും കഴിക്കാൻ നിന്നില്ല. ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി. കാരണം എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിയാൽ കുറച്ച് നേരം ഒരു ഉഷാറിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചായ കുടിക്കണം. അപ്പോൾ ഒരു നല്ല ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റുകയാണ്. വേറൊന്നും കുടിക്കാനോ ഫുഡ് അടിക്കാനൊന്നും നിന്നില്ല. തുത്തു ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. തുത്തുൻ്റെ മേക്കപ്പിൽ നിന്ന് ഞാൻ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ തേക്കാണ്. അപ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ എന്ന് പറയണം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ
കണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലായ ശ്രുതി സലാം എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ കയറിയിട്ട് കണ്ടാൽ അത് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഫസ്റ്റ് വീഡിയോ തന്നെ കാണാം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ മാറ്റി റെഡിയായി ഒരു 12:30 ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും സെറ്റായി സുന്ദരി കുട്ടികളുടെ അമ്മയ്ക്ക് ഇങ്ങനെ സുന്ദരി ആയിട്ടുണ്ട്. നേരെ നല്ല ബ്ലാക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തുത്തുൻ്റെ വണ്ടിയിലാണ് പോണത്. അങ്ങനെ ഒന്നും കൊണ്ടുപോകാനുള്ള കാരണം ഗിഫ്റ്റൊക്കെ നിജുമിൻ്റെ അടുത്ത് കൊടുത്തയച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളതല്ല വണ്ടിയിൽ കൊള്ളൂല. കുട്ടികളൊക്കെ ബാക്കിലിരിക്കണം, നടുവിൽ ഞാനും നാനും ഇരിക്കണം, മുന്നിൽ പിന്നെ ഇപ്പിയും തുത്തും ഇരിക്കണം. അതുകൊണ്ട് ഗിഫ്റ്റ് നുജുമ് കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഏതായാലും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലും കാര്യത്തിലാണ് കേട്ടോ. തുത്തുവിനാണെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെ എവിടേക്കെങ്കിലും വണ്ടി എടുത്ത് പോകാനാണ് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഓള് കുറച്ച് റിലാക്സ് ചെയ്യാനാണ് ഞാൻ മഞ്ചേരിക്ക് വരുന്നത്. ഇവിടെ വന്നാലും പിന്നെ എവിടേക്കെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. എനിക്കും പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാന്ന് പറയുന്നത്. അവിടെ പോയി കിടക്കുക, ഉറങ്ങുക, തിന്നുക, കുടിക്കുക, ആറുമതിക്കാനല്ലേ പോണത്. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ പിറ്റേന്നും അങ്ങനെ ഒരുങ്ങി കെട്ടി പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര അരോചകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല. ഇത് കാരണം ഞങ്ങൾ അത്രയും ഒരു കസിൻ എന്നുള്ളതിലപ്പുറം ഒരു ബ്രദർ ഫീലുള്ള ഒരു പിന്നെ അമ്മൂൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പോവും വേണം, അതിൽ കൂടണം എന്ന് അത്രയും ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോണത്. ആ ബാക്കിലുണ്ടോ മക്കൾ 3 ബാക്കിലിരുന്നതിൻ്റെ ഒരു ദേഷ്യമാണ് 3 മുഖത്ത് കാണുന്നത്. അവിടേക്ക് AC വരുന്നില്ല, കാറ്റില്ല, തണുപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ നടുവിൽ ഞങ്ങൾ 3 പിന്നെ ഞങ്ങൾ നീലക്കുട്ടനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അരീക്കോട് പെരുമ്പറമ്പ് അവിടെയാണ് ഓല വീട്. അങ്ങോട്ട് എത്തി. അവിടെ എത്തിയപ്പം എന്താ പറയുക, ഒരുപാട് ഭയങ്കര തിരക്കുണ്ട്. നല്ല അത്യാവശ്യം വലിയ പരിപാടിയാണ്. മുൻഭാഗത്ത് തന്നെ നല്ല ഈ ഒരു ജിലേബി ഇല്ലേ, എന്താ പറയുക, ഓറഞ്ച് ജിലേബി, കുഞ്ഞു കല്യാണത്തിന് വെക്കുന്ന ആ ജിലേബിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 1-2 ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് അതൊക്കെ നമ്മളെ പിന്നെ ഫാൻസ് മാത്രമല്ല, നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരും പിന്നെ നമ്മൾ അത്രയും ഫ്രണ്ട്സും കുടുംബക്കാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ എൻ്റെ വീഡിയോ കാണലുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയേണ്ടത്. എൻ്റെ ചാനലിൽ ഞങ്ങളെയും കൂടി വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് നിന്ന് എടുത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ചിലർക്കൊക്കെ വീഡിയോയിൽ നിൽക്കാനും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, എന്തോ വേറൊരു നോട്ടബിൾ എന്താ ഈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള നോട്ടാണ് കേട്ടോ. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് നമ്മളിഷ്ടമുള്ള ചെയ്യുക, വേറുള്ളവർ നോക്കണതോ ചെയ്യണതോ നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറച്ചാളായാലും, അത് 5, 6 വിരലിലെണ്ണാവുന്ന ആൾക്കാരായാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവിടെ ഗീ റൈസും പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു കുറേശ്ശെ. ഞാൻ ഉച്ചയ്ക്ക് മാത്രമാണ് കഴിച്ചത്. കുറേശ്ശെ കഴിച്ചു. ഞങ്ങൾ പിന്നെ അധികമൊന്നും അവിടെ നിന്നില്ല. കാരണം മക്കളെ അലമ്പായിരുന്നു. ഓൾക്ക് വേഗം വീട്ടിലേക്ക് എത്തണം. പിന്നെ റെയിനും മാരിനും ഒക്കെ പോവാമമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ, കാരണം ഓൾക്ക് വരുന്ന അറിയില്ലല്ലോ. അപ്പോൾ ഓൾക്ക് ശരിക്കും വീട്ടിലെത്തി അവിടെ നിന്ന് കളിക്കണമാണ്. അപ്പം പിന്നെ വേഗം അവിടുന്ന് പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടീനെ കണ്ടു. മുടികളയിലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അറവൊക്കെ ഉണ്ടായിരുന്നു. ബീഫൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഞാൻ പറയില്ലേ, അധികം ഇങ്ങോട്ട് വലുതായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ നിർത്തി വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞവരൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു. അല്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് അധികം കാണാത്ത രീതിയിലെടുത്ത് ഞാൻ പിന്നെ ഇഷ്ടമില്ലാതെ വീഡിയോയിൽ പെടുത്തുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം നിന്നാൽ മതി. അപ്പോൾ എനിക്കെന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാ ഞങ്ങൾ എത്തി കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് കിടന്നു. വർത്തമാനം പറയലും പരദൂഷണം പറയലൊക്കെ ആയതുകൊണ്ട് ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നുജുമ് വരുന്നത് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നുജുമ് വന്നപ്പം ഒരുപാട് സ്വീറ്റ്സ് ആയിട്ടാണ് വന്നത്. കാരണം ഓൻ അവിടുന്ന് ദീപാവലി ആയതുകൊണ്ട് NATയിൽ നിന്ന് ഒരുപാട് മധുരം ദീപാവലി മുട്ടായികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് വന്നപ്പം ഞാൻ എഴുതി എന്തായാലും ഇതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് 2 പെട്ടി പിന്നെ ഇതും വാങ്ങിയതാട്ടോ. ഈ മുട്ടായി, ഈ ദീപാവലി മുട്ടായി നുജുമ വാങ്ങിയതാണ്. അതിലൊരു പെട്ടി കിട്ടിയതാണെന്ന് തോന്നുന്നു. ഏതായാലും അതൊന്ന് ചോദിക്കാനൊന്നും എനിക്ക് നേരില്ല. പക്ഷേ പിന്നെ തിന്നാനുള്ള ഒരു തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ കൂടെ കണ്ട ഈ ദീപാവലി മുട്ടായി തന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോ ഒരു സങ്കടമല്ലേ. ഞാൻ പിന്നെ അതിൽ നിന്നും 1-2 പീസ് കഴിച്ചു. പിന്നെ നമ്മുടെ കടല മുട്ടായി, എള്ള് മുട്ടായി,
പിന്നെ ഇതാ ഈ ഒരു പെട്ടി ഉണ്ടോ, ഈ പെട്ടിത്തെ ചോക്ലേറ്റ് ആണോ എനിക്ക്, ചോക്ലേറ്റ് അല്ല ദീപാവലി മുട്ടായാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത്. ഒന്നും കൂടി ഒരു നെയ്യൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് മൈസൂർ പാക്ക് ടൈപ്പുള്ള ഒരു മുട്ടായികളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഇത്തിരി സാധനങ്ങൾ എത്തി, പിന്നെ കുറച്ച് കേക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ കഴിച്ചു. മധുരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, വീട്ടിലെത്തുമ്പോൾ എത്രയായാലും ഞാൻ വിചാരിക്കും ഡയറ്റ് പൊട്ടിക്കരുത്, കൺട്രോൾ ചെയ്ത് പോകണം. ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉച്ചവരെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അവിടെ മുടികളയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതാ ഈ ഒരു വലിയൊരു സാഗരം മുട്ടായി കണ്ടപ്പോൾ അതിൽ നമ്മളെങ്ങനെ കഴിക്കാതിരിക്കും, ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്നെ വിശ്വസിച്ച് വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഒരുമിച്ച് പോകണമല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നൊരു ദിവസത്തിന് ഇന്ന് ഒരു 2 ദിവസം ഞാൻ വീട്ടിൽ വന്നതല്ലേ. അപ്പോൾ 2 ദിവസം ഞാൻ എന്തായാലും പൊട്ടിക്കില്ല എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ നടക്കുന്നില്ല. എല്ലാവരും പിന്നെ തുത്തും നുജുമൊക്കെ പറഞ്ഞു ഇവിടെ വരുമ്പോഴല്ലേ താത്ത കഴിച്ചോ ജി, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഡയറ്റോ എന്തെങ്കിലും ആയിക്കോ, ഇവിടെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാനല്ലേ വരുന്നത്, അപ്പോൾ ഈ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ വീഴാൻ നിൽക്കുകയാണ്, കഴിക്കാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വലിയൊരു കൂടിയാണ് ഉന്തുമ്പോൾ ഞാൻ ഫ്ലാറ്റ്. അങ്ങനെ ഞാനതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സോറി പറയണം. ഇന്നത്തെ കാര്യങ്ങൾ നോക്കണ്ട, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അരി കൊടുത്തി ആദ്യം ചെയ്യുന്നത് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്ത് എന്തായാലും ഞാനത് തിരിച്ച് പിടിച്ചിട്ട് ഞാൻ പിന്നെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന കാണിക്കുള്ളൂ. എന്തായാലും ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പം പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇതാ മോള് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയണതിൻ്റെ ഇടയിൽ ഭയങ്കര വീട്ടിലത്തെ വിശേഷങ്ങൾ പറയണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടിയും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തുത്തുൻ്റെ വലിയ മോൻ്റെ, അതായത് റെയിനുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം 30-ാം തീയതി കേട്ടോ, ഒക്ടോബർ 30-ാം തീയതി. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കരുതി ഇവിടുന്ന് എല്ലാവരും കൂടി ചെറിയൊരു സർപ്രൈസ് അവന് കൊടുക്കാമെന്ന്. കാരണം ഇനി വരുമ്പോഴേക്കും അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ഞങ്ങൾ ഏതായാലും വരുന്ന സ്ഥിതിക്ക് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ഒരുക്കിയത് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബർത്ത്ഡേ കൂടി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. 11 വയസ്സായി. മോനും ഒരേ പ്രായമാണ്. 15 ദിവസത്തെ മാറ്റുള്ളൂ ഇതും തുത്തുൻ്റെ മകനും കൂടി. അപ്പോൾ എനിക്ക് എൻ്റെ മോൻ തന്നെയാണ് ഓന്. കാരണം ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പ്രസവിച്ച് കിടന്നതും ഒരു കാര്യമൊക്കെ. അതുകൊണ്ട് ഞാൻ ഓനിൻ്റെ മോൻ തന്നെയാണ്. അതുകൊണ്ട് അത് ഓൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. എല്ലാവരുടെ ബർത്ത്ഡേ, എനിക്ക് എല്ലാവരും എൻ്റെ കുട്ടികളാണ്. എന്തായാലും ഞങ്ങളിത് അടിപൊളിയായിട്ടൊന്ന് ആഘോഷിക്കാൻ വിചാരിച്ചു. രസല്ലേ അൻസാറ് ഹണി കാക്ക 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 പീസ് ഇമ്മ 2 വിരല് കാട്ടിമ്മ. ഇപ്പ ഒരു 2 വിരല് കാട്ടി. ആനെ ഓൻ പാവ എടുക്കട്ടോ. ഓന് മനസ്സിലാക്കണം. പറഞ്ഞു മനസ്സിലായിട്ടില്ല. കാക്കാന്റെ ബർത്ത്ഡേ ഇല്ല. ഒന്നാണ് തിരിച്ചാ പോലെ മഴ. ഞാനൊന്ന് എടുക്കട്ടെ. Happy birthday to you. Happy birthday dear Rainu. Happy birthday to you. അപ്പോൾ അതാ ഞങ്ങൾ നല്ല അടിപൊളി കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓന് തീരെ അറിയില്ല കേട്ടോ, ഒന്ന് സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 3 ആൾക്കും ഒരേപോലത്തെ ടീഷർട്ടൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതുമ്മ പിടിച്ച് കണ്ടതെന്ത് അത് ചോക്ലേറ്റാ റെയിനുട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഇതുമൂന്ന് കൊടുത്തത് ആര്യന് പറ്റിയില്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് രണ്ടാളും അത്രയും എന്താ പറയുക അധികം പ്രായ വ്യത്യാസമില്ലാത്ത ബ്രദേഴ്സാണ്. അപ്പോൾ ഓനത് ഭയങ്കരമായിട്ട് ഇടങ്ങേറായി വിഷമമായിട്ടോ. എന്നിട്ട് ഓൻ കേക്ക് ആദ്യം കൊടുത്തപ്പോൾ കഴിച്ചില്ല. പിന്നെ എന്തായാലും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഓൻ കഴിച്ച് പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് വായിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഈ കാണുന്നത്. എല്ലാവരും വായിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. ഒരാളെ മറന്ന് പോയാൽ കഴിഞ്ഞു. നമ്മൾ കുട്ടികളും അല്ലേ, വല്ല അറിയില്ലല്ലോ അവർക്ക് കൊടുക്ക് ഇവർക്ക് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ തൊത്ത് ഷോർട്സിനുള്ള വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ റെയിനുട്ടനാണെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഓനാകെ ഒരു സർപ്രൈസ്ഡാണ് കേട്ടോ. പിന്നെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല ഓന്. അങ്ങനെ മുഖത്ത് വല്ലാതെ ഇങ്ങോട്ട് അയ്യോ എന്നുള്ള ആ ഭാവം ഒന്നും ഒരു കാണും കേട്ടോ. കുറച്ചൊരു കാമാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുമോ ആര്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും, വാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ പിന്നെ കുറച്ചൊരു കാമായിട്ടുള്ള ഒരാളാണ്. അപ്പം പിന്നെ ഞാൻ ഇത്ര തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഓന് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഗിഫ്റ്റുകളും വാങ്ങിയിട്ടുണ്ട്. അതാണ് ആ മേശപ്പുറത്തുള്ളത്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ചെറുതാക്കിയൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും ഇത് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് അവിടുന്ന്. അപ്പോഴേക്കും ഇതും ആര്യനൊക്കെ അതിൽ നിന്ന് തന്നെ വാരി കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ 3 ടീഷർട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. 3 ആളും ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം 3 ആൾക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ അതങ്ങനെ ഇട്ടപ്പം നല്ല ഭംഗിയുണ്ട്. 3 ആളും ഒരേപോലെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അടുത്തത് ഇതുമ്മൂൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതുമ്മ ഉണ്ടാക്കിയ ഗിഫ്റ്റുണ്ട്, വാങ്ങിയ ഗിഫ്റ്റുണ്ട്. ആദ്യം തന്നെ അത് കൊടുക്കുകയാണ്. അപ്പോൾ അത് റെയിന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇതുമ്മ വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പണികളിലായിരുന്നു ഇതുമ്മോ. പിന്നെ എൻ്റെ സൗണ്ടിലായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പക്ഷേ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ഈ വീഡിയോ ഇങ്ങനെ ഗാലറി വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ ഈ ഇല്ലാത്ത സൗണ്ടും വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമൂന്ന് ഗിഫ്റ്റുകൾ. പല പല സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്രാഫ്റ്റ് രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് അതിലെന്തൊക്കെയോ മെസ്സേജ് ചെയ്തത് ആ മെസ്സേജൊക്കെ വായിക്കണുണ്ടോനും ഡിയർ ബ്രദർ പിന്നെ എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാണ് കുറച്ച് എന്തൊക്കെയോ അവളെ വായിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഇത് 2ാമത്തെ ഐറ്റംസ്. അതൊരു ഗ്രീറ്റിങ്സ് കാർഡാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു 3 ആളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനൊരു പാട്ടുണ്ട്. അത് തുറക്കുമ്പോൾ അങ്ങനെ ഒരു ലൈറ്റൊക്കെ കത്തി കിണി എന്നൊക്കെ പറഞ്ഞ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ലെറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വായിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഇതുമൂൻ്റെ ഒരു കലാവിരുതും കലാപരിപാടികളൊക്കെയാണ്. ഏതായാലും ഓന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഓക്ക് കറക്റ്റ് അറിയാം. അപ്പം കാരണം ഓല് തമ്മിലാണല്ലോ കൂടുതൽ സംസാരവും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഓൻ്റെ വൈബ് കുറച്ചൊക്കെ ഒക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റുകളൊക്കെ ഇമ്മാൻ്റെ ഇൻ്റെതും നീനുൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താ വെച്ചാൽ പിന്നെ തുത്തുനോട് ചോദിച്ചു ഓന് ഏത് ടൈപ്പ് ഗിഫ്റ്റുകളാണ് ഓന് ഇഷ്ടമെന്ന്. കാരണം മക്കൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കണമല്ലോ. നമുക്ക് ഇഷ്ടമുള്ളതല്ലോ മക്കൾക്ക് കൊടുക്കുക. ഓൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് നോക്കിയിട്ട് പിന്നെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഓനാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ഗെയിം കളിക്കുന്ന ഒരു ടൈപ്പ് കുട്ടിയാട്ടോ. കുറച്ചും എന്താ പറയുക ഇങ്ങനെ പറയുക ചെസ്സ് ഈ പിന്നെ മാപ്പൊക്കെ ഉണ്ടാവില്ല അതിങ്ങനെ ഒട്ടിച്ച് വെക്കുക അങ്ങനെയുള്ള കുഞ്ഞി ഈ പണികളൊക്കെ ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ കുറച്ച് ലൂഡോ പോലെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത്. തുത്തുനോട് ചോദിച്ചിട്ട് അങ്ങനെ ഓന് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യണം കേട്ടോ. 1ാമത്തെ ആ ഒരു നമ്പറൊക്കെ ആയിട്ട് പസിൽ പോലെ അതാണ്. 2ാമത്തേത് ഇതൊരു ചെസ്സ് പോലൊരു കളിയാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. വലിയവർക്കും ചെറിയവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാം. അങ്ങനത്തെ ടൈപ്പുള്ള ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇതാണ് ആ സംഭവം. ആ പെട്ടി പാക്ക് പൊളിച്ചിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആ ഗെയിം നല്ല രസമുണ്ടായിരുന്നു. ഒരു കളറൊക്കെ വെച്ചിട്ടുള്ള ഗെയിമാണ്.
അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ പിറ്റേന്നൊക്കെ ഫുള്ള് അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പസിൽ പോലെയാണെങ്കിൽ യോജിപ്പിച്ച് ഇങ്ങനെ കൊടുക്കണ ആ ഒരു സംഭവമാണ് കേട്ടോ. അത് ഈ ഡിനോസറിൻ്റെയൊക്കെ ഇത് വേൾഡ് മാപ്പിൻ്റെ പസിലാണ്. ഇത് ഓന് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതൊത്തു പറഞ്ഞു ഓന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു വേൾഡ് മാപ്പിൻ്റെ പസിൽ വേണം, അത് വെച്ച് നോക്കിയിട്ട് കളിക്കാനൊക്കെയാണ്, അത് വേണമെന്ന് ഓനോട് ഇങ്ങനെ തുത്തുനോട് ഇങ്ങനെ പറയലുണ്ടായിരുന്നു. പിന്നെ അതും വാങ്ങി. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് ഓനൊക്കെ അൺബോക്സ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി ഫുഡ് അടിയാണ്. അപ്പോൾ ഇന്ന് മന്തിയാണ് ഞങ്ങൾ വാങ്ങിയത്. മന്തി വാങ്ങി, പിന്നെ മന്തി അൽഫാമും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇമ്മാനെ കൊണ്ട് ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. രാത്രിയല്ല, ഉച്ചക്ക് ഞങ്ങൾ കരുതിയത് ഉച്ചക്ക് തന്നെ ഉണ്ടാക്കാം ബിരിയാണിന്ന്. അപ്പോൾ അപ്പോഴാണ് പിന്നെ ഇന്ന് പെട്ടെന്നാണ് മുടിയാളയിലും പരിപാടിയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇനി അവിടുന്ന് ഫുഡ് അടിച്ച് വന്നാണ്ട് പിന്നെ ഇനി വൈകുന്നേരം ഉമ്മാനെ കൊണ്ട് പണി എടുപ്പിക്കണ്ടല്ലോ, ഇനി പിന്നെയും അടുക്കളയിൽ കയറിക്കാണ്ട് ഓരോ പണി എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ മന്തിയും അൽഫാമൊക്കെ കഴിച്ചു, വയറും നിറഞ്ഞു. പിന്നെ അടുത്ത പരിപാടി ഒലിങ്ങനെ കിട്ടിയ ഗിഫ്റ്റോടൊക്കെ കളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ഗിഫ്റ്റ് കേട്ടോ. അങ്ങനെ ലുഡോ പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരേ കളർ വരുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. മക്കളെ എൻജോയ് ചെയ്തിട്ട് കളിച്ചിട്ട് അങ്ങനെ കുറേ നേരം പിന്നെ ഞങ്ങൾ സംസാരവും കാര്യങ്ങളും. പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു. ഞാൻ പിന്നെ മന്തി കഴിച്ചില്ല കേട്ടോ. അതിൽ നിന്ന് പിന്നെ ഒരു അൽഫാം മാത്രമാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇച്ചിരി കേക്കും ആ ദീപാവലി മുട്ടായൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഒരു മന്തി റൈസിന് എനിക്ക് വലിയ ആഗ്രഹം തിന്നാൻ തോന്നിയില്ല. പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. മോള് പോവാണ്, ഓള് ഇറങ്ങാൻ നിൽക്കുകയാണ്, ഓളും കൂടി പോവുക. പിന്നെ ഞങ്ങൾ കിടക്കുക, ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും യാത്ര പറയലും ഉമ്മ കൊടുക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഓള് രാത്രി നിൽക്കണില്ല. ഞാൻ രാത്രി നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉള്ളതല്ലേ, നല്ല രസമല്ലേ രാത്രി നിൽക്കുമ്പോൾ. കുറേ ഞാൻ പറഞ്ഞു, പക്ഷേ പിന്നെ ഓൻ പറഞ്ഞു ഞങ്ങൾ നാളെ വരാം, ഇന്നിപ്പോൾ പോന്നോട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ ഓളെ കൊണ്ടുപോവാണ് കേട്ടോ. ഞങ്ങൾ രാത്രിയൊക്കെ പറഞ്ഞ് ഞങ്ങളും കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഞാനിന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല, കാരണം മഞ്ചേരി അതുകൊണ്ട് തന്നെ വെയിറ്റ് നോക്കിയിട്ടില്ല. പിന്നെ വെയിറ്റ് എന്തായാലും കൂടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് അരീക്കോട് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്ത് നമ്മൾ കൂടിയ വെയിറ്റ് എന്തായാലും കുറക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മോളും അടങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പോവുക, ഞങ്ങൾ എല്ലാവരും കുളിക്കുക, മേലെ കഴുകുക, കിടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. വെയിറ്റ് ലോസ് ചെയ്യാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഇവിടുന്ന് അരീക്കോട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തുടരുന്നതാണ്. ഇന്നത്തെ തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.